എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ ഒരു വാർത്ത കാരണം ആ നഷ്ടപ്പെട്ടു പോയ ബാറ്ററി ആ പാവം ലോറി ഡ്രൈവർക്ക് തിരിച്ചു കിട്ടി എന്നുള്ളൊരു സന്തോഷകരമായ കാര്യമാണ് അറിയിക്കുന്നത്. ആ മോഷ്ടാവ് നല്ലവനായിരുന്നു. മോഷ്ടിച്ച വസ്തുവും കൊണ്ട് അദ്ദേഹത്തിന് അധിക സമയം വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ സാധിച്ചില്ല. മറ്റുള്ളവൻ്റെ മുതൽ അപഹരിക്കാൻ പാടുള്ളതല്ല എന്നുള്ള വലിയ ദർശനം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം പശ്ചാത്താപ പരവശനായ അദ്ദേഹം ആ ബാറ്ററിയുമേന്തി ആ എസ് കോളേജിൻ്റെ മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിയിൽ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ ചെയ്ത തെറ്റിന് അദ്ദേഹം മാനസാന്തരപ്പെട്ട് പ്രാശ്ചിത്തപൂരിതനായി നടന്നു നീങ്ങി. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം മുൻപ് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. ചാലക്കുടിയിൽ ബാറ്ററി മോഷ്ടാക്കൾ വിലസുന്നു. ആദ്യം നമ്മുടെ ബീവറേജ് വെയർഹൗസിൻ്റെ അവിടെ പാർക്ക് ചെയ്തിരുന്ന 4 ലോറികളുടെ ബാറ്ററി പോയി. രണ്ടാമത് നാടുവരമ്പ് സ്വദേശിയായിട്ടുള്ള ഫ്രാൻസിസ് എന്ന് പറയുന്ന ചേട്ടൻ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ എസ് കോളേജിൻ്റെ അടുത്ത് നഗരസഭയുടെ CCTV ക്യാമറയുടെ മുന്നിലായിട്ട് ലോറി പാർക്ക് ചെയ്തു. ലോറി പാർക്ക് ചെയ്ത ആൾ പോയി. പിറ്റേ ദിവസം ലോറിയുടെ അടുത്ത് വന്ന് നോക്കി ബാറ്ററിയൊക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ പിറ്റേ ദിവസം ബുധനാഴ്ച കാലത്താണ് ഈ മോഷണം നടക്കുന്നത്. ഏകദേശം 15,000 രൂപ ഒരു 2 ബാറ്ററി മോഷ്ടാവ് അടിച്ചു മാറ്റി കൊണ്ടുപോയി. പോലീസിൽ പരാതി നൽകി. നമ്മളവിടെ നിന്നൊരു വീഡിയോ ഒന്ന് ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തിരുന്നതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം ഈ മോഷ്ടാവ് ആ ലോറിയുടെ അടുത്ത് തന്നെ കൊണ്ടുപോയി ആ 2 ബാറ്ററിയും കൊണ്ടുപോയി അവിടെ വെച്ചു. ആ ചേട്ടനെ അത്ഭുതപ്പെട്ടു പോയി. എന്തായിരുന്നാലും നമ്മുടെ വീഡിയോകൾ മോഷ്ടാക്കൾക്ക് വരെ മാനസാന്തരപ്പെടാനും പശ്ചാത്തല പരവശനാക്കാനും ഇടയാക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അല്ലയോ മോഷ്ടാവേ, അങ്ങയുടെ ഉള്ളിൽ നല്ല മനുഷ്യനുണ്ട്. അങ്ങൊരു ധ്യാനം കൂടണം. എവിടെയെങ്കിലും പോയി ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട് നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കൂ. പ്രിയപ്പെട്ട മോഷ്ടാവേ, ഇനി ലോറികളിലേക്ക് കയറരുത്. പാവപ്പെട്ട ഡ്രൈവർമാരാണ്, അവർക്ക് നെഞ്ചത്തടിക്കാനായിട്ടുള്ള പണി ഉണ്ടാക്കി കൊടുക്കരുത്. പക്ഷേ പശ്ചാത്തല പരവശനായാലും ആർദ്രപൂരിതനായിരുന്നാലും പോലീസിൻ്റെ വഴി നോക്കും. എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ പിടികൂടാനായിട്ട് സാധ്യതയുണ്ട്. CCTV ക്യാമറ ദൃശ്യങ്ങളും ഈ പശ്ചാത്തല പരവശനായ ഈ മോഷ്ടാവിൻ്റെ CCTV ദൃശ്യങ്ങളും JFIസിന് കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നാലും അത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഫ്രാൻസിസ് ചേട്ടനെ ഞാൻ വീഡിയോ കോളിൽ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിനും വലിയ സന്തോഷമായി. ഒരു ബാറ്ററി ചെറിയ പ്രശ്നമുണ്ട്, അതിന് പകരം വേറൊരു ബാറ്ററി വെച്ചേക്കണം. മറ്റേ ബാറ്ററി ഈ മോഷ്ടാവ് തിരിച്ചേൽപ്പിച്ച 2 ബാറ്ററികളിൽ ഒന്നാണ്. എന്തായിരുന്നാലും ഇനിയും മോഷ്ടാക്കൾക്ക് മാനസാന്തരപ്പെടാനും പശ്ചാത്തല പരവശനാകാനുമുള്ള സമയങ്ങളുണ്ട്. മോഷണം അത്ര നല്ല ജോലിയോ അത്ര നല്ല കലയോ അല്ല. നന്ദി, നമസ്കാരം. സന്തോഷമുണ്ട്, താങ്ക്സും ഉണ്ട്. എന്നാ കിട്ടിയ ബാറ്ററി തിരിച്ചു കിട്ടിയത്? നമ്മള് പരാതി കൊടുക്കുകയും പിന്നെ വീഡിയോ ഒക്കെ ഇട്ടില്ലേ, അതിന്റെ പിറ്റേ ദിവസം തന്നെ കിട്ടി. അത് ശരി. ഈ നമ്മള് ഈ ചാനലിൽ ഇട്ടില്ലേ, ചാനലിൽ ഇട്ടതിന്റെ പിറ്റേ ദിവസം നമുക്ക് ഈ ബാറ്ററി തിരിച്ചു കിട്ടി. എങ്ങനെ തിരിച്ചു കിട്ടിയത്? തിരിച്ചു കിട്ടിയത് കള്ളൻ അവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചു. ആ ബാറ്ററി ബോക്സിൽ തന്നെ തിരിച്ചവിടെ കൊണ്ടുവന്ന് വെച്ചു. ബാറ്ററിക്ക് വല്ല കുഴപ്പമുണ്ടോ? ബാറ്ററിയുടെ ടെർമിനലൊക്കെ ഒരു ടെർമിനൽ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇനി അത് കുറ്റി വാർത്തുണ്ടാക്കിയിട്ട് വേണം. അപ്പൊ ഒരു ബാറ്ററി അതേപടിയും ഉപയോഗിച്ചു. ഒരു ബാറ്ററി പകരം വേറെ മേടിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പൊ. പിന്നെ അത് മറ്റൊരു വാർത്ത ഉണ്ടാക്കിയിട്ടൊക്കെ വേണം. അതെല്ലാവരും ചെയ്യില്ല ആ വർക്ക്. ശരി. ഞാൻ വണ്ടി അവിടുന്ന് എടുത്തിട്ട് പോയി പോലീസ് സ്റ്റേഷനിലും പറഞ്ഞു ഇങ്ങനെ ബാറ്ററി തിരികെ കിട്ടിയെന്ന്. എന്നിട്ട് അതിനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. പോലീസുകാരൻ പറഞ്ഞു കൊണ്ടുപോക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല, ധൈര്യം കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ശരി.